തൃശൂരിലെ പ്രശസ്തമായ BLM രാഗം തിയേറ്റർ നടത്തിപ്പുകാരനായ സുനിൽ കുമാറിനെ വെള്ളപ്പായയിലെ വീടിനു മുന്നിൽ വെച്ച് ഗുണ്ടാ സംഘങ്ങൾ ആക്രമിക്കുകയും CCTV ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തു. സാരമായ പരിക്കുകളോടെ ചികിത്സയിലാണ് സുനിൽ. എന്നാൽ ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് സുനിൽ കുമാർ M5 ന്യൂസിനോട് പറഞ്ഞു. കാലത്തിനനുസരിച്ച് മാറിയ രാഗം തിയേറ്റർ തൃശൂരുകാർക്കും ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും എന്നും വികാരമാണ്. 1974 KJ ഫ്രാൻസിസ് ആണ് രാഗം തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത്. 1974 ഓഗസ്റ്റ് 24 രാമു കാര്യട്ടിന്റെ നെല്ലായിരുന്നു രാഗത്തിൽ പ്രദർശിപ്പിച്ച ആദ്യ ചിത്രം. ഉദ്ഘാടന സമയത്ത് തൃശൂരിലെ ഏറ്റവും വലിയ കെട്ടിടമായിരുന്നു രാഗം. പ്രധാന നവീകരണത്തിന് ശേഷം 2018 ഒക്ടോബറിൽ രാഗം തിയേറ്റർ വീണ്ടും തുറന്നപ്പോൾ ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചത്. പിന്നീട് ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങളിലായി 10 ലക്ഷത്തോളം അംഗങ്ങളുള്ള രാജ്യത്തെ ഏറ്റവും വലുതും മികച്ചതുമായ ഹൗസിംഗ് സഹകരണ സ്ഥാപനങ്ങളിലൊന്നായ BLM സൊസൈറ്റി രാഗം തിയേറ്റർ ഏറ്റെടുത്തു. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിൽ കൊട്ടേഷൻ സംഘം രാഗം തിയേറ്റർ നടത്തിപ്പുകാരനായ സുനിൽ കുമാറിനെയും ഡ്രൈവർ അജീഷിനെയും വെട്ടി പരിക്കേൽപ്പിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തു. എന്നാൽ ഈ വാർത്ത സംബന്ധിച്ച പല തെറ്റായ പ്രചാരണങ്ങളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അനേകായിരം കുടുംബങ്ങൾക്ക് താങ്ങായും തണലായും നിൽക്കുന്ന BLM സൊസൈറ്റിക്കെതിരെ ഒരു YouTube ചാനലിലൂടെ പ്രചരിച്ചത്. എന്നാൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും BLMുമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്നും സുനിൽകുമാർ M5 ന്യൂസിനോട് പറഞ്ഞു. ഞാൻ എൻ്റെ യൂഷ്വൽ വർക്ക് കഴിച്ച് എറണാകുളത്ത് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുമായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഇരുട്ടിന്റെ അപ്പുറത്തുള്ള സൈഡിലെ മറവിൽ നിന്ന് 2-3 പേര് കയ്യിൽ വാളും കത്തിയൊക്കെ ആയിട്ട് ഓടി വന്ന് ഫസ്റ്റ് അവർ ഡ്രൈവറേനെയാണ് അറ്റാക്ക് ചെയ്തത്. ഡ്രൈവർ പുറത്തിറങ്ങി ഗേറ്റ് തുറക്കായിരുന്നു വീടിന്റെ. ഫസ്റ്റ് ഡ്രൈവറേനെ വെട്ടി തിരിച്ച്. അപ്പൊ തന്നെ ഞാനിത് എന്താണെന്ന് അറിയാതെ ഇങ്ങനെ പകച്ചെന്ന് നോക്കുമ്പോൾ ഞാനിരിക്കുന്ന സൈഡിലെ ഗ്ലാസ് അവർ ചിറ്റിക വെച്ചിട്ട് തുണി വെച്ചിട്ട് അടിച്ച് പൊട്ടിച്ചു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അവർ ഒരു ഗ്യാസ്, നമ്മൾ ഈ ഷവർമയൊക്കെ ബേൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു കുറ്റിയുണ്ട്, ചെറിയൊരു ഗ്യാസിന്റെ കുറ്റി. അതിൽ ഫ്ലെയിം വെച്ച് കഴിഞ്ഞ് തീ ഇങ്ങനെ വരും മുഖത്തേക്ക്, അല്ലെങ്കിൽ മീൻസ് എവിടേക്കാണ് ഫയർ ചെയ്യണേ അവിടേക്ക്. അപ്പൊ ആ ഒരു സാധനം വെച്ചിട്ട് കാറിന്റെ ഉള്ളിലേക്ക് നീട്ടിയിട്ട് അത് ഫയർ ചെയ്തപ്പോൾ ഞാനത് കാലുകൊണ്ട് തട്ടി തെറിപ്പിച്ചു. തട്ടിയപ്പോൾ അവര് കാലുമ്മ വെട്ട് കിട്ടി. അവർക്കപ്പോൾ കാലുമ്മ വെട്ടാൻ പറ്റി. പിന്നെ ഞാൻ അവിടെ കിടന്ന് പറഞ്ഞ വൃത്തിയില്ല എന്നുള്ളൊരു അവസ്ഥ എത്തിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കി. അപ്പൊ നാട്ടുകാരൊക്കെ ഓടിക്കൂടുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഇവര് ഓടി വന്ന ഡയറക്ഷനിൽ തന്നെ തിരിച്ചു ഓടിപ്പോയി. ഇപ്പൊ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. BLM രാഗം തിയേറ്റർ ആ പക കൂടി ആണ് നിലവിലൊക്കെയാണ്. ഞാൻ ഒരാളെയും ഞാൻ ഒരു കുറ്റവും ഒരു ഇതിലും പറയില്ല. കാരണം ഇത് നമുക്കറിയാം നമ്മുടെ ശത്രുക്കളാണ് ചെയ്തത്. അതിൽ ആരാണ് ശത്രു എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാവാത്തോടത്തോളം കാലം ഒരാളുടെ പേര്, അതായത് എന്റെ ശത്രുക്കളായി നിൽക്കുന്നവരുടെ പേര് പോലും നമ്മൾ ഇപ്പൊ പറയാൻ ഞാൻ തയ്യാറല്ല. അപ്പൊ BLMനെ സംബന്ധിച്ച് ഞാൻ BLMായിട്ട് കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു. കുറച്ച് കൺഫ്യൂഷനുകൾ, അങ്ങനെ ഞാൻ പറയുള്ളൂ. അതായത് ലീഗൽ കുറച്ച് കോംപ്ലിക്കേഷൻ. അപ്പൊ ആ കോംപ്ലിക്കേഷനുകൾ ഉണ്ടായിരുന്നത് കോർട്ടിൽ തന്നെ വളരെ മാന്യമായിട്ട് അത് നമ്മൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ ഇല്ല. ഇതിൽ ആരാവാനാണ് സാധ്യത എന്തെങ്കിലും ഇല്ല. ഇതെന്താന്ന് വെച്ചാല് വർക്ക് കൊട്ടേഷൻ വർക്കാണെന്ന് 100% ഉറപ്പാണ്. അപ്പൊ ഇത് കൊടുത്തത് തീർച്ചയായും ഒരു ഭീരുവായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. കാരണം നേരിട്ട് നിന്നിട്ട് നമ്മളോട് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അവൻ വേറെ കൊട്ടേഷൻ കൊടുക്കണത്. അപ്പൊ ഞാൻ പരിചയപ്പെട്ടതിലൊരു പേടിത്തൊണ്ടൻ അല്ലെങ്കിൽ ഒരു ആണും പെണ്ണും കിട്ട ഭീരു ആരാന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, എന്റെ ഒപ്പം പോലീസ് അന്വേഷിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ ശിഖണ്ഡീനെ ഉടനെ തന്നെ കിട്ടുന്നു പ്രതീക്ഷിക്കാം. കുഴപ്പമില്ല. വെട്ടിപ്പെന്ന് ഞാൻ പോയി ഹോസ്പിറ്റലിൽ പോയി അവർ വാഷ് ചെയ്ത് വീണ്ടും അവര് ഇതിന്റെ മുകളിൽ ഇതൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. 10-30 സ്റ്റിച്ച് ഉണ്ട്. ഒരു 5-10 ദിവസമൊക്കെ കഴിഞ്ഞ സ്റ്റിച്ചുകളൊക്കെ എടുക്കാൻ തോന്നുന്നു. കയ്യമ്മയും ഒരു 5-6 സ്റ്റിച്ച് ഉണ്ട്. അപ്പൊ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നോർമൽ ആവേണ്ടതാണ്. അതേസമയം യൂട്യൂബിലൂടെ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച യൂട്യൂബർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. BLM കുടുംബത്തിലെ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനായ സുനിൽ കുമാറിനെതിരെ അക്രമം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രതികളെ ഉടൻ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അതിൽ കേരള പോലീസിൽ വിശ്വാസമുണ്ടെന്നും BLM ചെയർമാൻ R പ്രേംകുമാർ പറഞ്ഞു. M5 ന്യൂസ്, തൃശൂർ.